അത്രേ ഉള്ളൂ മച്ചാൻസ്. നമ്മുടെ വലിയ പുപ്പൻ കഥയെഴുത്ത് അവിടെ നിർത്തുന്നു. എന്നും വരുമെന്നും വാക്കും പറഞ്ഞ് അവൾ പോയി. കൂൾ അളിയാ, സെമ കൂൾ. ആൻഡ് നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് റിലേഷൻഷിപ്പ് വിത്ത് എ ഗോസ്റ്റ്. ഒരു ഗേൾഫ്രണ്ട് ശല്യമില്ല. ആൻഡ് മാക്സിമം ഫൺ, അൺലിമിറ്റഡ് ഓൾ നൈറ്റ്. അയ്യേ വൃത്തികെട്ടവൻ. എന്ത് ഇഷ്ടപ്പെട്ടില്ലേ? ഒന്നിറങ്ങി പോടാ ചുമ്മാ. അളിയ വിശ്വ, സത്യമായി ഇപ്പോഴും ഐ ആം നോട്ട് കോൺഫിഡൻറ്റ് വിത്ത് ദിസ്. പോണോടാ, തിരിച്ചു വിട്ടാലോ? തുടങ്ങിയോ വീണ്ടും? അന്ന ഗ്രോ അപ്പ്. വൂ, chill guys. കുറച്ചു നേരം ഇതൊക്കെ വിട്. ആദ്യം അവിടെ ഒന്ന് എത്തട്ടെ, എന്നിട്ട് മതി ബാക്കി. മിഴിയോരം മിന്നിപ്പായും മായാജാലം, മനസോരം ചിന്നിപ്പേയും മോഹാവേശം, മഴവില്ലിന്നേഴു നിറങ്ങൾ മിന്നും മാനം, പ്രണയത്തിൻ പന്തലുപാകും നീലാകാശം. ഇനി നമ്മൾ കാണാൻ പോകും പൂരം, കരുമാടിക്കാറ്റേ കാണാൻ വായോ, രഥമേറിപ്പോകാം നീയും വായോ, രസമേറിപ്പാടാം നീയും പോരൂ. മിഴിയോരം മിന്നിപ്പായും മായാജാലം, മനസോരം ചിന്നിപ്പിയും മോഹാവേശം, മഴവില്ലിന്നേഴു നിറങ്ങൾ മിന്നും മാനം, പ്രണയത്തിൻ പന്തലുപാകും നീലാകാശം. വഴിയോരം പൂത്തുലയും മലർവാകത്തോപ്പുകളിൽ അലയുന്ന കാറ്റല പാടിയോ കൂടെ, സ്വരം നിൻരാഗലയം, ഈ സ്നേഹസുഖം ഉണരുന്ന താളലയം, സ്വരം നിൻരാഗലയം, ഈ സ്നേഹസുഖം ഉന്മാദ താളലയം. നിറമെഴുന്നൊരു പ്രായം, ഇവിടെ മധുരിതമേളം, പുഴകളെഴുതും ഗാനം, പുലരി പാടും ഗീതം. ഒരു ചായ എടുക്കട്ടെ എല്ലാവർക്കും? ഇല്ല ചേട്ടാ, പിന്നെ ആവട്ടെ. ആദ്യം നിങ്ങളുടെ എല്ലാവരും ഒരു ഇന്റർവ്യൂ ആവാം. അപ്പോ നമ്മളെയൊക്കെ ടി വിയിൽ കാണിക്കൂ. ചേട്ടാ ഇതൊരു ഡോക്യുമെന്ററിയാ. ഡോക്യുമെന്ററി എന്ന് വെച്ചാ? സിനിമ ഏട്ടാ, സിനിമ. ഓ സിനിമയാന്നോ? സിനിമ. ഹലോ ഹലോ, നമസ്കാരം. ആ. അമ്മങ്കാവിലെ വാർഡ് മെമ്പറാണ്. ഓ, ഇതെല്ലാം നമ്മുടെ പാർട്ടി 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 ചാനലിൽ വരുമല്ലോ അല്ലേ? അത് വരത്താം. ഞാനെന്താ പറയണ്ടേ? യക്ഷി അല്ലേ? യക്ഷി എന്ന സങ്കല്പം. യക്ഷിയല്ലേ? ആ ആ, യക്ഷി. യക്ഷി. എനിക്ക് തിരുവനന്തപുരത്ത് ഒന്ന് പോകാനുണ്ട് അത്യാവശ്യമായിട്ട്. വാടാ ശശി. എനിക്ക് വീട്ടിൽ പോണം. മാറും ചോദിക്കാൻ കണ്ടിരിക്കും.
അല്ല ഒന്ന് പകുതി ഷേവ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഒന്ന് നോക്കിയിട്ട് വരാട്ടോ. എന്തൊക്കെയായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ടീം, മിത്തോളജി, ത്രില്ലർ. കിഷോർ പ്ലീസ്, ഇനി ഇതും പറഞ്ഞു തുടങ്ങണ്ട. ഓ നമ്മൾ അറിഞ്ഞോ ഇവർ ഇത്രയും ബാക്ക്വേർഡ് ആണെന്ന്? ചില വിശ്വാസങ്ങളെല്ലാം അങ്ങനെയാണ്. കല്ല് പോലെ ഉള്ളി കിടക്കും, തലമുറകളായി കൈമാറുകയും ചെയ്യും. എന്താടോ പോവുമല്ലേ? എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ട്? പോവാം, വീട്ടിലേക്ക് തന്നെ പോവാം. അവിടെ സിറ്റിയിലേക്കല്ല, എൻ്റെ പൂർവികരെ കഴിഞ്ഞ് എൻ്റെ ഇല്ലത്തേക്ക്. ആ അടുത്തേം പൊക്കി പിടിച്ചോണ്ട് വരിക. ഇല്ല ജിത്തു, എൻ്റെ മനസ്സ് പറയുന്നു അവിടെ നമ്മളെയും കാത്ത് ഒരുപാടുണ്ട്. ഒരുപാട് കഥകളുണ്ട് ഇനിയും അറിയാൻ. അതെല്ലാം നമ്മളെയും കാത്ത് അവിടെ ഇരിപ്പുണ്ട്. ഒരു അളിയാ, വാവ്, ഇത്രയും വലിയ വീട് ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ നിന്റെ കുടുംബക്കാർക്ക് എങ്ങനെ മനസ്സ് വന്നടാ? സത്യം. ഒന്ന് മെനയാക്കി നല്ല കാശിന് വിറ്റാ ഈ ജന്മം വേറൊരു ജോലിയും ചെയ്യണ്ട. നമുക്ക് നോക്കാം, ആദ്യം ഇതിനകത്തേക്ക് എങ്ങനെ കയറുമെന്ന് നോക്കാം. വാ. ഡാ ഇതൊന്ന് പിടിച്ചേ. വിശു, ആരടാ നീ? നീ ആരാ? ആരടാ നീ? ഞാൻ മാടൻ കുഞ്ഞ്. മാടൻ കുഞ്ഞോ? മാടനും കുഞ്ഞോ? ശരി, പൊയ്ക്കോ, ഞങ്ങളെ ശല്യം ചെയ്യാതെ. ഇവിടെ നിനക്ക് ആവശ്യമുള്ളതൊന്നും ഇല്ല, പോ. എൻ്റെ രൂപം കണ്ടിട്ടാ ഒരു ഭിക്ഷക്കാരനാട്ടും പോലെ ആട്ടിയത്. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? മാടനറിയാം, കഥ കേൾക്കാൻ വന്നവരല്ലേ, എന്നിട്ട് കേട്ടോ കഥ പറഞ്ഞു തന്നോ ഈ നാട്ടിലുള്ളവര്? പറഞ്ഞു തരില്ല. അവളുടെ പേര് കേട്ട ഉടുത്ത മുണ്ടയിൽ ഇരുന്ന് തൂറും നാട്ടിലെ വീരന്മാര്. കഥകൾ അറിയാവുന്ന ആളാണല്ലേ, പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. പക്ഷെ അതിനു മുമ്പ് മാടൻ ചേട്ടൻ ഈ കഥകൾ എങ്ങനെ അറിയാമെന്നും കൂടെ ഒന്ന് പറയണം. കഥ ഞാൻ പറയാം, പക്ഷെ ചോദ്യങ്ങൾ അത് മാത്രം വേണ്ട. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല ഞാൻ പറയുന്ന വാക്കുകൾക്കാ പ്രസക്തി. സത്യാസത്യവും ഉദയാസ്തമയ. ഇരുട്ടിലില്ല എന്ന് കരുതുന്ന സൂര്യൻ പ്രഭാതത്തിൽ മുന്നിൽ വരുമ്പോഴാണ് സത്യമാവുന്നത്. എൻ്റെ വാക്കുകൾ സൂര്യനാണ്. സംശയത്തിൻ്റെ ഇരുട്ടിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. വിശ്വാസത്തിന്റെ പ്രഭാതം ഒരു സത്യമായി നിങ്ങളെ പുണർന്ന് പുലരുമ്പോഴാണ് മനസ്സിൽ വരുന്നത് എൻ്റെ വാക്കുകളും അതിൽ രൂപം കൊണ്ട കഥയും. അപ്പോൾ മനസ്സിലാവും, സത്യമാവും. സത്യാവതല്ല, ഞാനൊരു യാത്രികനാ. രാവും പകലും ഒന്നല്ലാതെ കുന്നും മലയും കാടും പുഴയും നാടും ഒക്കെ ചുറ്റുന്നവൻ. അതുകൊണ്ട് അവർ കണ്ടതും കേട്ടതൊക്കെ എന്നോടെല്ലാം പറയും.
അവർ കണ്ടതും കേട്ടതും ഒക്കെ പറയും. അതുകൊണ്ട് കഥ ഞാൻ പറയാം. മറുപടി ഒരു ചോദ്യമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ. അങ്കിൾ എന്താ? ഒരു ഡൗട്ട്. അങ്കിളിന് എന്താ ഈ പേടിയില്ലാത്ത? യക്ഷീനെയാണോ ഉദ്ദേശിച്ചേ? യക്ഷി എടോ, അവളെ ഈ കന്യകന്മാരെ മാത്രമേ പിടിക്കൂ. അതുകൊണ്ട് എന്നെ തൊഴില്ല. മാത്രമല്ല, അരൂപിയാണെങ്കിലും രൂപമുണ്ട്. സൗന്ദര്യ സങ്കല്പം എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പോലെ അവൾക്കും ഉണ്ട്. ശരി ചേട്ടാ, സമ്മതിച്ചു. കഥ പറഞ്ഞു കേൾക്കാൻ ഞങ്ങൾ റെഡി. ഈ സ്വന്തം സെക്ഷൽ പോവർട്ടി ഡിപ്രഷൻ വിട്ടേക്ക്. പറയാം. അഹം ബ്രഹ്മാസ്മി. ഈശ്വരൻ ഞാൻ തന്നെയാ. ഈ നാവിലും സത്യത്തിന് മങ്ങലേൽക്കില്ല. അതുകൊണ്ട് എനിക്കാരും ഭയമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം പറയാം. എല്ലാം. പക്ഷെ ഈ മാടന് പേടി ഈശ്വരനെ മാത്രം. സ്വയം കുടിയിരിക്കുന്ന എന്നിലെ ദൈവത്തിനെ. അതുകൊണ്ട് ഞാൻ എല്ലാം പറയാം. എല്ലാം. ഇരുൾ നനഞ്ഞുരാമഴ ശ്രുതിമേറ്റിയാടിടുമ്പോ ഹരിണമായി വന്നുവോ ഒരു മായ പോലെ എന്നിൽ. ചടുലമിന്ദ്രജാലം എൻ കൺകൾ മൂടിടുന്നോ ഒഴുകിയെത്തുമേതോ ലയലാസ്യ സൗന്ദര്യമേ. അനുരാഗരസങ്ങൾ തേടി ആരോ വനമോഹിനി നിന്നെ പുൽകാൻ ഞാനും. ഏഴാം യാമവേളയിൽ ആർദ്രമായി രാഗതരളമായി മീട്ടുന്നു ഞാനീ ശ്രുതി. ഈ കഴുത്തിൽ തമ്പ്രാൻകുട്ടി ഒരു താലി ചേർത്തട്ടെ. സത്യം? അമ്മൻകാവിലെ ആയിരങ്ങൾ വിളക്ക് വെച്ച് തൊഴുന്ന ഈ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കുന്ന
നാഗയക്ഷിയാണ് സത്യം. ചേർന്നിടും നാദങ്ങളിഴപാകിടും രാക്കിളിപ്പാട്ടു പാടവേ